മിഥുൻ വിജയകുമാറിലേക്ക് പോവുകയാണ്. മിഥുൻ, ഈ റിജിത്തിൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും ഒക്കെ വേദന കൂടി നമ്മളൊക്കെ കാണേണ്ടതുണ്ടല്ലോ. ഓരോ ദിവസവും പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള കഥകൾ വരുമ്പോഴൊക്കെ നമ്മൾ നടുങ്ങുകയും ആ രീതിയിൽ വലിയ ചർച്ചകളിലേക്ക് പോവുകയും ആരൊക്കെയാണ് ഇതിന് ഉത്തരവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊലക്കത്തി താഴെ വെക്കാറായില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇന്നും അതേ ചോദ്യങ്ങൾ നമുക്ക് ആവർത്തിക്കേണ്ടി വരികയാണോ? എന്താണ് മിഥുന് തോന്നുന്നത്? നോക്കൂ ഡോക്ടർ ലാൽ, ഇന്നത്തെ വിധി അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞ ജനുവരി 7-ന് വരാൻ പോകുന്ന വിധി തീർച്ചയായും റിജിത്തിന്റെ കുടുംബത്തിന് വലിയ ആശ്വാസം ഉണ്ടാകും. നീതി ലഭിച്ചു എന്ന് തന്നെ വിശ്വസിക്കണം. കാരണം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. അതിൽ രാഷ്ട്രീയം ഒന്നും പറയാൻ ഒരു എന്താ പറയുക സ്കോപ്പ് ഇല്ലാത്ത വിഷയമാണ് ഈ പൊളിറ്റിക്കൽ മേർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം പൊളിറ്റിക്കൽ മേർഡേഴ്സ് ഏതൊരു സംസ്ഥാനത്തിലാണെങ്കിലും ഒരിക്കലും അത് നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അതിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണെങ്കിലും ഏത് പാർട്ടിയുടെ അഫിലിയേഷനുള്ള ആളുകളാണെങ്കിലും അവരതിൽ നിന്നും മാറി നിൽക്കണം. ഇങ്ങനെയുള്ള എക്സ്ട്രീം ആയിട്ടുള്ള നടപടികൾ എടുക്കാൻ പാടില്ല എന്ന നിലപാടിൽ ഉറച്ച് നിന്നുകൊണ്ട് തന്നെ വേണം നമ്മൾ ഇതിനെ നോക്കിക്കാണുക. റിജിത്തിന്റെ അമ്മയ്ക്ക് എന്താ പറയാ അവരുടെ വിഷമം ഇന്ന് നമുക്ക് ഈ പറയുന്ന പോലെ പല മാധ്യമങ്ങളും അത് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കാണുമ്പോൾ ആ കുടുംബത്തോടൊപ്പം നിൽക്കാൻ തന്നെയാണ് എല്ലാവർക്കും മനസാക്ഷിയുള്ള ഓരോ വ്യക്തിക്കും തോന്നുക. പക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, കേരളത്തിലെ ഈ രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയുന്നത് ഒരു റിജിത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സിംഗിൾ കൊലപാതകത്തിലൂടെയോ ഒതുങ്ങുന്നതല്ല. അതിനൊരു വലിയ ചരിത്രമുണ്ട്. എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കൊലപാതക രാഷ്ട്രീയം കണ്ടിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടിലിരുന്നു കൊണ്ട് നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ അജണ്ട വെച്ചുകൊണ്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അതിപ്പം RSSകാരുടെ കുടുംബങ്ങൾ എടുത്തു നോക്കിയാലും ലീഗുകാരുടെ കുടുംബങ്ങൾ എടുത്തു നോക്കിയാലും CPMകാരുടെ കുടുംബങ്ങൾ എടുത്തു നോക്കിയാലും എല്ലാ കുടുംബങ്ങളിലും എല്ലാ ഭാഗത്തും ഇങ്ങനെയുള്ള കുടുംബങ്ങൾ ഉണ്ട്. അപ്പൊ ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. പിണറായി വിജയന്റെ വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ പോലും ദൂരമില്ലാത്ത ദൂരത്ത് നിൽക്കുന്ന ഒരു KC നാരായണി അമ്മയുടെ കഥ. അവരുടെ ഭർത്താവ് 2002-ൽ CPMന്റെ ആക്ടിവിസ്റ്റുകൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നു. പിന്നീട് 2017-ൽ അവരുടെ മകൻ നഷ്ടപ്പെടുന്നു. ഈ അമ്മയെ സംബന്ധിച്ച് അവർക്ക് നഷ്ടപ്പെട്ടത് ഭർത്താവും മകനുമാണ്. ഇന്ന് വരെ നീതി ലഭിച്ചിട്ടില്ല. അങ്ങനെ നീതി ലഭിക്കാത്ത ഒരുപാട് കഥകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അത് എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് നമ്മൾക്കൊരു രാഷ്ട്രീയ ചുവ നൽകേണ്ടതായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതൊരു പൊളിറ്റിക്കൽ ഡിസ്കഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ RSSനെ കുറ്റവാളികളാക്കി അല്ലെ RSS ആണ് ഇതിന്റെ കാരണക്കാരെന്ന് പറയുന്ന രീതിയിൽ ഒരു നെറേറ്റീവ് സെറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു വലിയ ഇഷ്യൂ ആണ് ഇവിടെ എന്താ പറയുക പരിഗണിക്കാതെ പോകുന്നത്.